ഓഫർ തട്ടിപ്പിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ നിർണായക രേഖകൾ പുറത്ത്. കെ.എൻ. ആനന്ദകുമാർ ആജീവനാന്ത ചെയർമാനായ ട്രസ്റ്റിൽ 5 അംഗങ്ങളുണ്ടെന്ന രേഖയിൽ ആനന്ദകുമാറിന് പുറമെ പ്രതി അനന്തു കൃഷ്ണൻ, ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ്, ജയകുമാരൻ നായർ എന്നിവരാണ് ട്രസ്റ്റിലെ അംഗങ്ങൾ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-നാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. 5 അംഗ ട്രസ്റ്റ് രൂപീകരിച്ചായിരുന്നു തട്ടിപ്പെന്ന വിവരം മീഡിയ വൺ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ശരൺ തുടരുന്നുണ്ട്. ശരൺ, ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുകയാണ്. ഇതിലിപ്പോൾ ആനന്ദകുമാറിനെയും അനന്തകൃഷ്ണനെയും നമുക്കറിയാം. മറ്റംഗങ്ങൾ ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ്, ജയകുമാരൻ നായർ, ഇവരൊക്കെ ആരാണ്? ഇവരുടെ ഇപ്പോഴത്തെ റോൾ എന്താണ്? സൈഫുദ്ദീൻ, കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-ന് ഇത്തരത്തിലൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. അത് 5 അംഗ ട്രസ്റ്റാണ്. അതിൽ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ രേഖ, അതായത് ട്രസ്റ്റ് ഡീഡിന്റെ രേഖകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് കെ.എൻ. ആനന്ദകുമാർ, അതായത് സായി ഗ്രാമൻ ട്രസ്റ്റ് ചെയർമാനായ കെ.എൻ. ആനന്ദകുമാറിനെ ആജീവനാന്ത ചെയർമാനാക്കിക്കൊണ്ടാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ആനന്ദകുമാറിന് പുറമെ തന്നെ മറ്റ് 4 അംഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഈ മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണനാണ്. ഇതിന് പുറമെ തന്നെ ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ്, ജയകുമാരൻ നായർ, ഈ 3 പേർക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ആ വിധത്തിലുള്ള കാര്യമൊക്കെ തന്നെ നേരത്തെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇവർ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഉള്ള ഒരു വിവരമാണ് നേരത്തെ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ വെറും അനന്തു കൃഷ്ണനിലേക്ക് മാത്രമല്ല ആനന്ദ്കുമാറിലേക്കും മറ്റ് ട്രസ്റ്റ് അംഗങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഒരു ആരോപണം വന്നതിന് പിന്നാലെ, ഈ തട്ടിപ്പ് സംബന്ധിച്ചുള്ള ആരോപണം വന്നതിന് പിന്നാലെ തന്നെ കെ.എൻ. ആനന്ദകുമാർ തനിക്കെതിരെ ഉയർന്നിരുന്ന മുഴുവൻ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ, ഒപ്പം തന്നെ ഈ പണം തട്ടിയെടുത്തതെല്ലാം തന്നെ അനന്തു കൃഷ്ണൻ ആണെന്നുള്ളതാണ്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ല എന്നുള്ളതാണ്. എന്നാൽ അത് പൊളിക്കുന്ന രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കെ.എൻ. ആനന്ദകുമാറിനും ഈ ട്രസ്റ്റിൽ കൃത്യമായ പങ്കാളിത്തമുണ്ട്. അതായത് ആജീവനാന്ത ചെയർമാനാക്കിക്കൊണ്ടാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക ഇടപാടുകളടക്കം കൃത്യമായി ഈ നടന്നത് ഈ ആനന്ദകുമാറിന്റെ അറിവോട് കൂടി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതി അനന്തു കൃഷ്ണനും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അതായത് 2 കോടി രൂപ ആനന്ദകുമാറിന് കൈമാറി എന്നുള്ളായിരുന്നു മൊഴി. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി ശരൺ.